അതെ, പത്രിക തള്ളിയിരിക്കുകയാണ്. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡന്റ് ആണ്. കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എന്റെ മാത്രമാണ് ഇതിന്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെ അങ്ങനെ ഒരു ഇത് എടുത്തില്ല. മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിന്റ്മെന്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ്. അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഖോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായുസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. 2 സ്ത്രീകളാണ് ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ 2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല. കാര്യം എന്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോ 9 സിനിമകൾ എന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എന്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷന്റെ രജിസ്റ്ററിൽ രജിസ്റ്റേർഡ് ആണ് എന്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത്.